അപ്പുച്ചി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ബിഗ് ഗേൾ ആണ്, ബിഗ് ഗേൾ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇസു ബേബിക്ക് 7ാമത്തെ പിറന്നാളാണ്. അപ്പോൾ കുഞ്ഞിതൊക്കെ മാറിക്കൊച്ച് വലിയ കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലെ എണീച്ച് വന്നപ്പോൾ ഇത് നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. എല്ലാവരും വിഷ് ചെയ്ത് ഇന്നത്തെ ദിവസം ഓളങ്ങനെ കെയർ ചെയ്ത് കൊണ്ടു നടക്കും നോക്കും നല്ലോണം അറിയാം കേട്ടോ. അതുകൊണ്ട് ഭയങ്കര കൊഞ്ചലായിരുന്നു എണീച്ച് വന്നത് തന്നെ. അങ്ങനെ നേരെ നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പോയി. അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുള്ള സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറുതാക്കിയിട്ടൊരു ബർത്ത്ഡേ കഴിക്കാൻ വിചാരിച്ചു. കാരണം ബർത്ത്ഡേ കഴിക്കാണ്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ആൾ സമ്മതിക്കില്ല, ഭയങ്കര നിർബന്ധമാണ് കേക്ക് വാങ്ങലും എല്ലാവരെയും വിളിക്കണം, ബലൂണ് വാങ്ങണം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡാണ്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കരയും. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാൻ ചെറുതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്ലാക്ക് ഡ്രസ്സായത് കൊണ്ട് ഒരു ബ്ലാക്ക് കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ആകെ 4-5 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഉമ്മച്ചിനോട് കുറച്ച് പായസം വെച്ചോന്ന് പറഞ്ഞപ്പോൾ ഒരു ചെമ്പ് കുറച്ചും പായസം വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ ആ കൊണ്ടുവന്ന കുറച്ച് ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഓൾക്കൊരു സന്തോഷമാവട്ടെ എന്നുള്ളൊരു മൈൻഡിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ബർത്ത്ഡേ ആണ് കേട്ടോ. അല്ലാണ്ട് ഈ സജ്ജുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്നൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കൂല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 7ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആ ഒരു ബലൂണൊക്കെ വാങ്ങി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും 7 വയസ്സൊക്കെ ആയി, എൻ്റെ മോള് വലുതായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെന്താ, പിന്നെ വീട്ടിൽ അമ്മച്ചും താത്തയുണ്ടായിരുന്നു. പിന്നെ വേറെ ആരും വന്നിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഓളെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞി കേക്കാണെങ്കിൽ അത് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫുഡ് വൈകുന്നേരമാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾക്ക് സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അൺബോക്സിങ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോന്ന് കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓരോന്ന് കാണുമ്പോൾ ഞാൻ എന്നിട്ട് കളിക്കാൻ പറ്റുന്ന കുറച്ച് ക്ലേയും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തുപോയി. അപ്പോൾ അത് ആദ്യം കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അത് എല്ലാ പ്രാവശ്യവും ഇതേപോലത്തെ ഒരു ഫ്രെയിം കൊണ്ടുത്തരും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി മേലിൽ ഫ്രെയിം കൊണ്ടെടുത്ത് ഇവിടെ വീട്ടിൽ തൂക്കാൻ സ്ഥലമില്ലാന്ന്. അതാണ് കേട്ടോ സ്ഥിതി. പിന്നെ നേരെ പോയി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അന്ന് കിട്ടിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സാണ് ഇതൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഒരു ബിരിയാണിയും കൂടി കഴിച്ചപ്പോൾ നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞു. ബൈ.